മലപ്പുറത്ത് നിന്ന് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തി നാട്ടിലെത്തിച്ചു. വിവാഹ ചെലവുകൾക്ക് പണം തികയില്ല എന്ന ചിന്തയിൽ നാടുവിട്ടതാണെന്ന് വിഷ്ണുജിത്ത് പോലീസിനോട് പറഞ്ഞു. വിഷ്ണുജിത്ത് വിഷാദ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതായി പോലീസ്. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതെ, ഇന്നൊരു ആശ്വാസത്തിന്റെ ദിനം കൂടിയാണ്. പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ ഉച്ചയോടെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഊട്ടിയിലെ കൂനൂരിൽ നിന്നാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. പോലീസും അതുപോലെ തന്നെ ഊട്ടി പോലീസിന്റെ സഹായത്തോടെയാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. അല്പസമയം മുൻപ് മൊഴിയെടുത്തതിന് ശേഷം മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അതിനുശേഷം മെഡിക്കലിലേക്ക് കൊണ്ടുപോവുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തുടർന്നായിരിക്കും ബന്ധുക്കൾക്കൊപ്പം വിഷ്ണുജിത്തിനെ വിട്ടയക്കുക. വിഷ്ണുജിത്ത് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഈ വിവാഹം ഞായറാഴ്ച നടക്കേണ്ടതായിരുന്നു. വിവാഹത്തിന് പണം തികയുന്നില്ല എന്ന ചിന്തയിലാണ് നാടുവിട്ടത്. പലരോടും കടം ചോദിച്ചു, പക്ഷേ എവിടെ നിന്നും ലഭിച്ചില്ല. ഇതോടുകൂടി മാനസികമായി തകർന്നു. അങ്ങനെയാണ് നാടുവിടാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. സുഹൃത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കടമായി കിട്ടി. അതിൽ 10,000 രൂപ വീട്ടിലേക്ക് അയച്ചു. ബാക്കി 90,000 രൂപയുമായാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. ഈ 90,000 രൂപയിൽ 50,000 രൂപ എവിടെയോ നഷ്ടപ്പെട്ടു. അതെവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ വിഷ്ണുജിത്തിന് അറിയുന്നില്ല. 20,000 രൂപ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചിലവിനായി എടുത്തു. ബാക്കിയുള്ള 20,000 രൂപ മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. വിവാഹത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് വിചാരിച്ച ഒരു പണം സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചിന്ത വിഷാദം ഒരു രോഗത്തിലേക്ക്, അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരെ പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷാദ രോഗ ലക്ഷണം പല സമയങ്ങളിലും പ്രകടിപ്പിച്ചതായിട്ടാണ് ഈ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത്. ഊട്ടിയിലെ ഒരു വിവാഹത്തിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു. ആ വിവാഹത്തിൽ പങ്കെടുത്തപ്പോഴാണ് താനും ഇതുപോലെ തന്നെ ഒരു വരനായി നിൽക്കേണ്ടതായിരുന്നല്ലോ എന്നൊരു ചിന്ത വിഷ്ണുജിത്തിൽ വരികയും ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിക്കണം എന്നൊരു ചിന്തയും വന്നത്. അങ്ങനെയാണ് ഫോൺ ഓണാക്കിയത്. ഈ ഓണാക്കിയ സമയത്താണ് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ചത്. ഒപ്പം തന്നെ വിഷ്ണുജിത്തിന്റെ ഒരു ഫോൺ കോൾ ഈ പ്രതിശ്രുത വധുവിനും വന്നിട്ടുണ്ടായിരുന്നു. ഇത് പോലീസ് ട്രേസ് ചെയ്തു. ഊട്ടിയിലെ ഒരു ടൗണിൽ വെച്ച് തന്നെയാണ് വിഷ്ണുജിത്ത് പിടിയിലായത് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയിച്ചത്. ഉടൻ തന്നെ ഇങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ മെഡിക്കലിന് ശേഷം ആണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും.